തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിനിടയ്ക്ക് നമ്മുടെ ലൈഫിനെ ഒന്ന് റീചാർജ് ചെയ്യാനായിട്ട് ഒരു യാത്ര പോകാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. എന്നാൽ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല നമ്മൾ ഇതുപോലെ യാത്ര ചെയ്യുന്ന സമയത്ത് ബാഗ് പാക്ക് ചെയ്യാന്നുള്ളത്. യാത്രാ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് എല്ലാം ഒരൊറ്റ ട്രാവൽ ബാഗിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ ട്രാവൽ ബാഗിൽ ഉൾക്കൊള്ളിക്കാനും കാറ്റഗറൈസ് ചെയ്ത് പലതരത്തിലുള്ള ഐറ്റംസിനെ എങ്ങനെ നമുക്ക് പാക്ക് ചെയ്യാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ അപർണ വിവേക് കുമാർ. എല്ലാവർക്കും ലേഡീസ് നോട്ട് പാഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടതെന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. അതായത് പാക്കിംഗ് ചെക്ക് ലിസ്റ്റ്. നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിന് ഓരോ ആളുകൾക്കും എന്തൊക്കെ സാധനങ്ങളാണ് പാക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്നുള്ളതാണ് ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. യാത്ര ചെയ്യുന്നതിന് ഒരു ദിവസം മുൻപെങ്കിലും നമ്മൾ ഇതുപോലെ ലിസ്റ്റ് തയ്യാറാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് മൊമെന്റിലാവുമ്പോൾ പല സാധനങ്ങളും വിട്ടുപോകാനായിട്ട് ചാൻസ് ഉണ്ട്. ട്രാവൽ പാക്കിംഗ് ചെക്ക് ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി വെക്കുന്നതിന്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത ഐറ്റംസ് ഒന്നും നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയില്ല. അത് മാത്രമല്ല, ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വിട്ടുപോകുകയില്ല. അടുത്ത പടിയായിട്ട് നമ്മൾ ഇതുപോലെ ട്രാവൽ ചെക്ക് ലിസ്റ്റിനനുസരിച്ച് വേണ്ട സാധനങ്ങളെല്ലാം ആദ്യം തന്നെ സൂട്ട് കേസിലേക്ക് ഡയറക്റ്റ് എടുത്തു വെക്കുന്നതിന് മുൻപായിട്ട് എല്ലാ ഐറ്റംസും നമ്മൾ നേരെ കാണാൻ പാകത്തിനെല്ലാം ഒന്ന് സൂട്ട് കേസിന് അടുത്ത് തന്നെ കൊണ്ടുവന്ന് വെക്കാം. കുത്തി നിറച്ച് പാക്ക് ചെയ്യാതെ നമുക്ക് വേണ്ട സാധനങ്ങൾ വേണ്ട ഓർഡറിൽ പാക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മൾ സാധനങ്ങൾ നേരത്തെ സ്യൂട്ട് കേസിന് അടുത്ത് തന്നെ കൊണ്ടുവന്ന് വെക്കുന്നത് ഒരുപാട് സഹായിക്കും. ദൂരയാത്രകൾ പോകുന്ന സമയത്ത് നമ്മുടെ ട്രാവൽ ബാഗിൽ എന്തായാലും നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു ഐറ്റമാണ് ഒരു റെഡി ടു ഗോ ഹെൽത്ത് കിറ്റ്. ട്രാവലിംഗ് സമയത്ത് നമ്മൾ കൂടുതലും പുറമേ നിന്ന് ഫുഡ് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചിലപ്പോൾ ഫുഡ് പോയ്സണിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പെട്ടെന്ന് ഉണ്ടാകുന്ന ചെറിയ അസുഖങ്ങൾ, തലവേദന, അതുപോലെ പനി, പെയിൻ റിലീഫ് ബാമുകൾ, അതുപോലെ തന്നെ തെർമോമീറ്റർ, കുട്ടികൾക്കൊപ്പമാണ് യാത്ര ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവർക്ക് വേണ്ട മെഡിസിൻസ് എല്ലാം നമ്മൾ ഈ ഹെൽത്ത് കിറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. ആവശ്യം വരുന്ന സമയത്ത് മറ്റുള്ള ഐറ്റംസിനൊപ്പം കൂടി കലർന്നു പോകാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ടൊരു പൗച്ചിലോ ബോക്സിലോ നമുക്ക് ഇത്തരം മെഡിസിൻസ് എടുത്തു വെക്കാനായിട്ട് ട്രാവൽ ബാഗിൽ പ്രത്യേക ഒരു സ്ഥലം നമുക്ക് ഇതിനായിട്ട് പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ സ്ത്രീകൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായിട്ട് മേക്കപ്പിന് ഒരു പൗച്ചോ അല്ലെങ്കിൽ ഒരു ബാഗോ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ മേക്കപ്പ് സാധനങ്ങൾക്കൊപ്പം നമ്മുടെ ജ്വല്ലറി സാധനങ്ങൾ, പ്രത്യേകമായിട്ട് വർക്കുകൾ ചെയ്തിട്ടുള്ള വളകളോ അല്ലെങ്കിൽ കമ്മലുകളൊക്കെ കൂടി കലർന്നു പോയി അത് ഡാമേജ് ആവാതിരിക്കാനായിട്ട് നമുക്ക് ഇതുപോലത്തെ സിപ്ലോക്ക് ബാഗുകൾ ഉപയോഗിക്കാം. മേക്കപ്പ് പൗച്ചിനുള്ളിൽ നമുക്ക് കമ്പാർട്ട്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതായത് ജ്വല്ലറി ഐറ്റംസിനായിട്ട് കമ്പാർട്ട്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അതുകൊണ്ട് ഇതുപോലത്തെ സിപ്ലോക്ക് ബാഗുകളുടെ സഹായം തേടാവുന്നതാണ്. ഇടയ്ക്കിടെ ട്രാവൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ടൊരു ടോയ്ലറ്ററി പൗച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും സഹായകമായിരിക്കും. ട്രാവൽ പാക്കിംഗ് സമയത്ത് ഒത്തിരി സമയം ലാഭിക്കാനായിട്ട് ഇത്തരത്തിലൊരു ട്രാവൽ ടോയ്ലറ്ററി ബാഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. യാത്ര ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസ്, അതായത് യാത്ര ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷുകൾ, അതുപോലെ ഫേസ് വാഷ്, ഡിയോഡ്രന്റ്, ഷാംപൂ, ഇത്തരം ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതുപോലെയുള്ള ടോയ്ലറ്ററി ബാഗിൽ നേരത്തെ പാക്ക് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അടിക്കടി ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ടോയ്ലറ്ററി ബാഗ് നമുക്ക് ട്രാവൽ ബാഗിനുള്ളിലേക്ക് എടുത്തു വെച്ചാൽ മതിയാവും. ഇങ്ങനെ യാത്രാ സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന ഈ ടോയ്ലറ്ററി ബാഗിൽ നമ്മുടെ ട്രാവൽ സൈസിലുള്ള പ്രോഡക്ട്സ് പ്രത്യേകമായിട്ട് ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതായത് ചെറിയ സൈസിലുള്ളതിന്റെ മിനി പാക്കുകൾ നമുക്ക് ഉൾപ്പെടുത്താം. യാത്ര പോകുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള ചെരുപ്പുകൾ പല ഭാഗങ്ങളിൽ ഇട്ട് ഉപയോഗിക്കാനായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ട്രാവൽ ബാഗിൽ പ്രത്യേകമായിട്ട് ചെരുപ്പുകൾ പാക്ക് ചെയ്ത് വെക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഷൂ ബാഗുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒന്നിലധികം ചെരുപ്പുകൾ നമുക്ക് പാക്ക് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമുക്ക് കുട്ടികളുടെ ചെരുപ്പുകൾ അല്ലെങ്കിൽ ഷൂകളൊക്കെ നമ്മുടെ വലിയ ചെരുപ്പുകൾക്കുള്ളിൽ ഇതുപോലെ പാക്ക് ചെയ്ത് വെച്ച് കൊണ്ടുപോകാവുന്നതാണ്. നമ്മുടെ ട്രാവൽ ഷൂ ബാഗിൽ കുറച്ച് സ്ഥലം ലാഭിക്കാനായിട്ട് ഈ ഒരു ട്രിക്ക് നമുക്ക് ഉപയോഗപ്പെടും. സ്യൂട്ട് കേസിനുള്ളിൽ സാധനങ്ങൾ വെക്കുന്ന സമയത്ത് ഏറ്റവും ഹെവി ആയിട്ടുള്ള ഐറ്റം ഏറ്റവും താഴെ വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് ഷൂസ്, അതുപോലെ ബുക്സ്, ഇത്തരം ഐറ്റംസ് നമ്മൾ താഴെ വെക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാഗുകൾ അല്ലെങ്കിൽ സ്യൂട്ട് കേസുകളൊക്കെ അപ്രൈറ്റ് പൊസിഷനിൽ കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനായിട്ട്, അതായത് നമ്മൾ നേരെ വെക്കുന്ന സമയത്തും സ്യൂട്ട് കേസ് താഴെ വീണു പോകാതെ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് ഹെവി ഐറ്റംസ് താഴെ വെക്കുന്നത് ഒരുപാട് സഹായിക്കും.
പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാഗിലും സ്യൂട്ട് കേസിലും ഒക്കെ ഒത്തിരി സ്ഥലം ലാഭിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് വേ നമ്മുടെ കാഷ്വൽസ് ആയിട്ടുള്ള ടീഷർട്ടുകൾ, അതുപോലെ ഷോർട്സ്, ജീൻസ്, ഇത്തരം ഐറ്റംസ് ഒക്കെ ഇതുപോലെ റോളിംഗ് മെത്തേഡിലൂടെ ഫോൾഡ് ചെയ്യുന്നതാണ്. റോളിംഗ് മെത്തേഡിൽ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബാഗിലോ അല്ലെങ്കിൽ നമ്മുടെ സൂട്ട് കേസിലോ വെക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ ഇരട്ടി സാധനങ്ങൾ ഉൾക്കൊള്ളിക്കാനായിട്ട് നമുക്ക് സാധിക്കും. സ്പേസ് സേവിങ് ഐഡിയ മാത്രമല്ല ഇത്, നമ്മുടെ ഡ്രസ്സുകൾ റിങ്കിൾ ഫ്രീ ആയിട്ട്, അതായത് ചുളിവുകളൊന്നും കൂടാതെ കുറച്ചധികം സമയം നമുക്ക് ട്രാവൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ടും ഈ ഒരു ടിപ്പ് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. സ്യൂട്ട് കേസിൽ ഒട്ടും തന്നെ സ്ഥലം പാഴാകാത്ത രീതിയിൽ നമുക്ക് പാക്ക് ചെയ്ത് വെക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ക്യൂബ് ഹോൾഡ് മെത്തേഡാണ്. ക്യൂബ് പാക്കേജിംഗ് ഇതുപോലത്തെ ബാഗുകൾ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. ഒറ്റ ഒരു സെറ്റിൽ തന്നെ ഒരു 4-5 ക്യൂബ്സ് നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ പലതരത്തിലുള്ള ഡ്രസ്സുകൾ കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇത്തരത്തിലുള്ള ക്യൂബ്സിൽ നമ്മൾ നേരത്തെ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രസ്സുകൾ ഒന്നോ രണ്ടോ ലെയറുകളായിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമുക്ക് പാക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ പാക്കേജിംഗ് ക്യൂബ്സിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാക്കബിൾ. അതായത് നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, സ്പേസ് സേവിങ്ങിന് ഏറ്റവും ബെസ്റ്റ് വേ ആണ് സ്റ്റാക്കബിൾ മെത്തേഡ്. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഈ ക്യൂബ്സിനെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാം. നമ്മുടെ ഡ്രസ്സുകളെ കാറ്റഗറൈസ് ചെയ്യണം ആദ്യം തന്നെ, അതിനുശേഷം നമ്മൾ റോൾ ചെയ്യുക. അതിനുശേഷം ഇത്തരത്തിലുള്ള ക്യൂബ്സിൽ, അതായത് ഒന്നിൽ നമുക്ക് ടോപ്സ് മാത്രം വെക്കാം, ഒന്നിൽ ബോട്ടംസ് മാത്രം വെക്കാം. അണ്ടർ ഗാർമെന്റ്സിനായിട്ട് പ്രത്യേകമായിട്ട് പൗച്ചുകളും അവൈലബിൾ ആണ്. യാത്ര ചെയ്യുന്ന സമയത്ത് ഓരോ കാറ്റഗറിയിലുള്ള ഡ്രസ്സുകൾ, അതായത് ഇപ്പം നമുക്ക് കാഷ്വൽ വെയർ ആണെങ്കിൽ ടോപ്സ് പ്രത്യേകം വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ക്യൂബ് മാത്രം, അതായത് നമുക്ക് പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒറ്റ ക്യൂബ് മാത്രം നമുക്ക് പുറത്തേക്ക് എടുത്താൽ മതിയാവും. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പാക്കേജിംഗ് ക്യൂബിന്റെ മുകൾ ഭാഗം ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വെച്ചിരിക്കുന്നത്, ഈ ഒരൊറ്റ ബാഗിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. കാറ്റഗറൈസ് ചെയ്ത് റോൾ ഫോൾഡ് ചെയ്ത ഡ്രസ്സുകൾ നമ്മൾ ഈ ക്യൂബ്സിനുള്ളിൽ ലെയറുകളായിട്ട് ആദ്യം തന്നെ ഓർഗനൈസ് ചെയ്യാം. സ്യൂട്ട് കേസിനുള്ളിൽ സ്ഥലം ഒട്ടും തന്നെ പാഴാകാത്ത രീതിയിൽ നമുക്ക് വളരെ മനോഹരമായിട്ട് ഡ്രസ്സുകൾ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു മെത്തേഡ് ഒരുപാട് സഹായിക്കും. യാത്രാ സമയത്ത് നമുക്ക് ഏറ്റവും ആദ്യം ആവശ്യമുള്ള സാധനം, അതായത് ഏറ്റവും ആദ്യം നമുക്ക് ഇടേണ്ട ഔട്ട്ഫിറ്റ് എല്ലാം ഏറ്റവും മുകളിൽ, നമ്മുടെ ട്രാവൽ ബാഗിന്റെ മുകളിൽ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. മറ്റ് ഐറ്റംസിനെ ഒന്നും തന്നെ പെട്ടെന്ന് ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനായിട്ട് ഈ ഒരു ട്രിക്ക് ഒരുപാട് സഹായിക്കും. യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് മുഷിഞ്ഞ ഡ്രസ്സുകൾ, അതായത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇല്ലാത്ത ഒരു കാറ്റഗറിയാണിത്. നമുക്ക് ഉപയോഗിച്ച ഡ്രസ്സുകൾ, ലോണ്ടറി ഡ്രസ്സുകളൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പ്രത്യേകമായിട്ട് ഒരു ബാഗോ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബാഗുകൾ, ഇപ്പം നനഞ്ഞ ഡ്രസ്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് വെക്കാനായിട്ട് പ്ലാസ്റ്റിക് ബാഗുകളോ പ്രത്യേകമായിട്ട് നമ്മുടെ ട്രാവൽ ബാഗിൽ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഓവർ പാക്ക് ചെയ്യാതിരിക്കുക. കുത്തി നിറച്ച് ഒരുപാട് ഐറ്റംസ് നമ്മൾ വെക്കാതിരിക്കുക. അടയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പോരാതെ റിട്ടേൺ വരുന്ന സമയത്ത് ചിലപ്പോൾ എക്സ്ട്രാ ഐറ്റംസ് ഉണ്ടാവും നമ്മൾ ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. ആ ഐറ്റംസും കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട്. വേറൊരു കാര്യം, അണ്ടർ പാക്കും ചെയ്യാതിരിക്കുക. അതായത് നമ്മുടെ സാധനങ്ങൾ വളരെ കുറച്ച് പാക്ക് ചെയ്യാതിരിക്കുക. നമ്മൾ വച്ച ഐറ്റംസ് അതേ സ്ഥാനത്ത് ഇരിക്കാനായിട്ട് മിനിമം കുറച്ച് സാധനങ്ങളെങ്കിലും നമ്മുടെ ബാഗിൽ വേണ്ടതാണ്. യാത്രാ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് എല്ലാം ഉൾപ്പെടുത്തി നമ്മുടെ ട്രാവൽ ബാഗിനെ കൂടുതൽ ഓർഗനൈസ്ഡ് ആയ രീതിയിൽ എങ്ങനെ പാക്ക് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. യാത്രാ സമയത്ത് നിങ്ങൾക്ക് ട്രാവൽ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ ഈ ടിപ്സ് ഒക്കെ ഒരുപാട് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട് പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.